മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഉടൻ തുറക്കും. കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നാളെയായിരിക്കും നടക്കുക. ഇപ്പോൾ എന്തായാലും ശബരിമല നട പുതിയൊരു മണ്ഡല കാലത്തിനായി തുറന്നിരിക്കുകയാണ്. നാളെ വൃശ്ചികം 1 വലിയൊരു ഭക്തജന തിരക്കായിരിക്കും നാളെ മുതൽ സന്നിധാനത്തുണ്ടാവുക. ഇന്ന് തന്നെ നല്ലൊരു തിരക്ക് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. സുജു ടി ബാബു ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുജു, ഇന്നിപ്പോൾ നട തുറന്നിരിക്കുകയാണ്. ഭക്തജന തിരക്കുകളുണ്ട്, എന്നാൽ പ്രത്യേക പൂജകളൊന്നും ഇന്ന് ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ ശബരിമല നട തുറന്നിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ശബരിമല നട തുറന്നിരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗിനാണ് 30,000-ഓളം തീർത്ഥാടകർ ബുക്ക് ചെയ്തിരുന്നു. അതായത് ആദ്യ ദിവസം തന്നെ തീർത്ഥാടകരുടെ എണ്ണം നല്ല തരത്തിൽ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്തുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഈ ആദ്യഘട്ടത്തിൽ തീർത്ഥാടകരെ ഇന്ന് ഉച്ചയ്ക്ക് മുതലാണ് ശബരിമല സന്നിധാനത്തേക്ക് 12 മണിക്ക് ശേഷമാണ് തീർത്ഥാടകരെ സന്നിധാനത്തിലേക്ക് കടത്തിവിട്ടിരുന്നത്. നമുക്ക് തീർത്ഥാടകരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. അല്പസമയം മുമ്പാണ് ശബരിമല നട വൈകിട്ട് 5 മണിയുടെ നിലവിലെ മേൽശാന്തിയാണ് ശബരിമല നട തുറന്ന് ഇപ്പോൾ നട തുറന്നിരിക്കുന്നത്. ഇന്ന് തന്നെ പുതിയ ശബരിമല നിയുക്ത മേൽശാന്തിമാരുടെ നെറുക്കെടുപ്പും നടക്കും. ഇപ്പോൾ നെറുക്കെടുപ്പും നടക്കും. അതായത് ശബരിമല നട തുറന്നത് നിലവിലെ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ കണ്ഠരര് മഹേഷ് മോഹന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. അതിനുശേഷം ഇപ്പോൾ 18-ാം പടി ഇറങ്ങി ശ്രീകോവിൽ നിന്നുള്ള ദീപം, അതായത് ആഴിയിൽ അഗ്നി പകരും. അതിനുശേഷമാണ് പിന്നീട് ഈ പുതിയ മേൽശാന്തിമാർക്കുള്ള ചടങ്ങുകൾ നടക്കുക. അതിനുള്ള സ്ഥാനാരോഹണ ചടങ്ങുകളും പൂർത്തിയാകുക. ഇന്ന് എന്നാൽ പ്രത്യേക പൂജകളും കാര്യങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതുമാണ് പ്രധാനമായ കാര്യം. സാധാരണഗതിയിൽ തന്നെ അങ്ങനെയാണ്. നാളെ രാവിലെ 3 മണിക്കാണ് ശബരിമല നട വീണ്ടും തുറക്കും. വൃശ്ചികം 1 തുറക്കുക. ഈ ഘട്ടത്തിൽ പുതിയ മേൽശാന്തിമാരായ ശബരിമല മേൽശാന്തിയും അതുപോലെ ശബരിമല മേൽശാന്തി ടി ഡി പ്രസാദ് നമ്പൂരിയും മാളികപ്പുറം മേൽശാന്തിയായിരിക്കുന്ന മനു നമ്പൂതിരിയും നാളെ ചുമതലയേൽക്കും. ഇരുവരും നമുക്ക് ശബരിമല സന്നിധാനത്തേക്കും തീർത്ഥാടനത്തിലേക്കും ഒരു ജനുവരി 20 വരെ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. മകരവിളക്ക് ജനുവരി 14 ഈ തീർത്ഥാടന കാലയളവ് തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി സുഗമമായി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആഴിയിൽ അഗ്നി പകരുന്ന ചടങ്ങാണ്. അത് നിലവിലെ മേൽശാന്തി തന്നെയാണ് ഇത്തരമൊരു കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതിനുശേഷമായിരിക്കാം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും നടക്കുക. ഇന്ന് വൈകിട്ട് 10 മണിയോടെ തന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇന്ന് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് എത്താനുള്ള അനുമതിയുണ്ട്, ദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. 30,000-ഓളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ആഴിയുടെ സമീപത്ത് തന്നെ ധാരാളം തീർത്ഥാടകർ ശബരിമല നട തുറന്ന് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്തവണ ഈ തീർത്ഥാടകർക്ക് പരാതിരഹിത തീർത്ഥാടന കാലം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതിനായി തന്നെ മുൻകൂട്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ജൂലൈയിൽ തന്നെ അവലോകന യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും അതിനായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ജൂലൈ ആരംഭിച്ചത്. ഇതിനകം 4 സംയുക്ത യോഗങ്ങളും ഇടത്താവളങ്ങളും ഒരുക്കങ്ങളും പ്രത്യേക യോഗങ്ങളും ചേർന്നിരുന്നു. ഈ പാതകൾ സഞ്ചാര യോഗ്യമാക്കുക, പാർക്കിംഗ് സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഈ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജൂലൈ മാസത്തിൽ തന്നെ ആരംഭിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വളരെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ ശബരിമലയിൽ മുൻ വർഷങ്ങളിലേക്കാൾ പ്രത്യേകമായ ചില സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെ ആദ്യം എത്തുന്ന സാധാരണ പൊതുവിൽ ഏറ്റവും അധികം ആളുകൾ തീർത്ഥാടനത്തിനായി എത്തുന്നത്
പമ്പയിലെത്തിയ ശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന തീർത്ഥാടകർക്ക് പമ്പയിലെത്തുമ്പോൾ ജർമ്മൻ പന്തൽ 4000 പേർക്ക് വിരിവെക്കാൻ സൗകര്യമുള്ള ജർമ്മൻ പന്തൽ 12,000 അയ്യപ്പ ഭക്തർക്ക് മഴയും വെയിലും മേൽക്കാതെ പമ്പാ സ്നാനം കഴിഞ്ഞ് പോകാനാകും. അത്തരമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കൽ കഴിഞ്ഞ വർഷത്തേക്കാളും 2000 വാഹനങ്ങൾക്ക് അധികമായി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും തീർത്ഥാടനങ്ങൾക്ക് സുഗമമായി മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ആദ്യഘട്ട ചർച്ചകളും മുന്നൊരുക്ക യോഗങ്ങളും പൂർത്തീകരിച്ചത്. പിന്നീട് നിലവിലെ മുൻ പ്രസിഡന്റും പിന്നീട് ഇപ്പോൾ പുതിയ പ്രസിഡന്റും ചാർജ് എടുത്തിരിക്കുകയാണ്. എല്ലാ തീർത്ഥാടകർക്കും അപകട പരിരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ ഈ പുതിയ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആഴിയിൽ അഗ്നി പകർന്നതോടെ ശരി ശബരിമല